നടൻ ജയസൂര്യക്കെതിരെ പരാതി കേസെടുത്തു എന്നുള്ളതാണ്. വിശദാംശങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, മുമ്പ് സിദ്ദിഖിൻ്റെ കാര്യം വിജിൻ സംസാരിച്ചപ്പോഴാണ്, കേസെടുത്ത കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു മറ്റൊരു നടനെതിരെ കൂടി പരാതി എന്നുള്ളത്. അത് ആധികാരികമായ വ്യക്തതയോടെ മാത്രമേ പേരപ്പോൾ നമുക്ക് പറയാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ ആ പേര് പറയാനാവുന്നു. ജയസൂര്യക്കെതിരെയാണ് കേസ്. വിജിൻ. ശരത്ത്, തീർച്ചയായും ഇന്നലെയാണ് പൂങ്കുഴിയിലെ, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥ പൂങ്കുഴിയിലെ നേരിട്ട് കണ്ട് ഈ യുവനടി ജയസൂര്യക്കെതിരായ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കേസെടുക്കുന്ന ഏത് സ്റ്റേഷനിലാണ് കേസെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘമാണ് തീരുമാനമെടുക്കുക. നിലവിൽ എന്തായാലും നേരത്തെ തന്നെ പല നടന്മാർക്കുമെതിരായി ആരോപണം ഉന്നയിച്ച യുവനടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ആ നടി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജയസൂര്യക്കെതിരെ പരാതി ഉയരുന്നു. നേരത്തെ തന്നെ ജയസൂര്യക്കെതിരെ മറ്റൊരു പരാതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റ് നടന്മാർക്കെതിരെയും പരാതി ഉയരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിലുള്ള മറ്റൊരു നടനെതിരായി, അതും ഈ ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിൽ നിന്നുള്ള ഒരു വ്യക്തത ലഭിച്ചാൽ മാത്രമേ ഈ പേര് നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കൂടുതൽ ആളുകൾ പരാതികളുമായി രംഗത്തെത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതിലൊന്നാണ് ജയസൂര്യക്കെതിരെ ഇന്നലെ IPS ഉദ്യോഗസ്ഥ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥ പൂങ്കുഴിലിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരിക്കുന്നത് യുവനടി. ഇക്കാര്യത്തിലുള്ള പ്രാഥമികമായ ഒരു മൊഴിയെടുപ്പും നടന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്ത്, സിദ്ദിഖിനെതിരെയും ജയസൂര്യക്കെതിരെയും പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ. അതുപോലെ ഷാജിയൻ കരുൺ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടെടുത്തു. മുകേഷിൻ്റെ സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗത്വത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി.